എല്ലാവർക്കും നമസ്കാരം. ജനുവരി 2 തൊട്ട് സംസ്കൃതത്തിന് വേണ്ടിയുള്ള ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ മീറ്റ് വഴിയാണ് ക്ലാസ് നൽകുക. കേരള സിലബസിലുള്ള സ്റ്റാൻഡേർഡ് 5 തൊട്ട് 10 വരെയുള്ള കുട്ടികൾക്കാണ് ഈ ക്ലാസ്സസ് യൂസ്ഫുൾ ആവുക. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 10 ചാപ്റ്റർ 1 പഠന പ്രവർത്തനങ്ങളാണ്. അപ്പോൾ നോക്കിക്കോളൂ. ബാലകവിതം താളലയാനുസാരം ആലപതു. ഇപ്പം നമ്മൾ പഠിച്ച ഈ ബാലകവിത താളലയം അനുസാരം ആലപിക്കൂ, താളവും ലയവും അനുസരിച്ച് ആലപിക്കൂ എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. കവിതാം പഠിത്വ, കവിത പഠിച്ചിട്ട് ആശയം ലിഖതു, അതിൻ്റെ അർത്ഥം എഴുതൂ എന്നാണ് പറയുന്നത്. സംസ്കൃതത്തിൽ എഴുതുകയാണെങ്കിൽ അത്രയും ഉത്തമമാണ്. ആശയാനുസാരം കവിതാ പംക്തി ചിത്വാ ലിഖതു. അപ്പം ആശയം അനുസരിച്ചിട്ട് കവിതയുടെ ഭാഗങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം നോക്കിക്കോളൂ. പർവ്വതം പരിതഃ വനാനി സന്തി. പർവ്വതത്തിന് ചുറ്റും വനങ്ങൾ ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ആശയം ഉൾക്കൊള്ളുന്ന കവിതയുടെ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ കവിതാഭാഗങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ആശയം ഉൾക്കൊള്ളുന്ന കവിതാഭാഗം എന്ന് പറയുന്നത് ആദ്യത്തെ ശ്ലോകമാണ്. അപ്പോൾ അത് നമ്മൾ പഠിച്ചതാണ്. ഘനഘോര സുന്ദരം ബന്ധുരം കാനനം ഖഗമൃഗാദീനം തു സുഖനിശാന്തം നവപല്ലവാഢ്യാം ച കുസുമസമ്പന്നകം പരിതോ മഹീധരംഭോ ചകാസ്തി. അതാണ് എഴുതേണ്ടത്. അപ്പോൾ ആദ്യത്തെ ശ്ലോകം എഴുതിയ അതിൻ്റെ ഉത്തരമായി. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. കോകിലാഹ വല്ലീനികുഞ്ചേഷു മധുരം ഗായന്തി. കോകിലാഹ കുയിലുകൾ വള്ളിക്കുടിലുകളിൽ മധുരമായിട്ട് ആലപിക്കുന്നു. വള്ളിക്കുടിലുകളിൽ ഇരുന്ന് കുയിലുകൾ മധുരമായിട്ട് പാടുന്നു. ഈ ആശയം ഉൾക്കൊള്ളുന്ന കവിതാവരികൾ നമ്മൾ പഠിച്ച ആ കവിതയിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതണം. അപ്പം ആ വരുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് മൂന്നാമത്തെ ശ്ലോകത്തിലെ 3ഉം 4ഉം വരികളാണ് എടുത്ത് എഴുതേണ്ടത്. അപ്പം അത് ഞാൻ പറയാം. നവലതാ കുഞ്ചേഷു നിത്യം വനപ്രിയൈഹി കൃതമഹോ സംഗീതരസസേചനം. ഇനി മൂന്നാമത്തെ നോക്കൂ. ആകാശം വീക്ഷ്യ സിംഹഃ ഉച്ചൈഹി ഗർജതി. ആകാശം വീക്ഷിച്ചിട്ട് സിംഹങ്ങൾ ഉറക്കെ ഗർജിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ ആശയം ഉൾക്കൊള്ളുന്ന കവിതാഭാഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് എടുത്ത് എഴുതിയാൽ മതി. അപ്പം അത് പറയുന്നത് 4ാമത്തെ ശ്ലോകത്തിൻ്റെ 1ഉം 2ഉം വരികളാണ്. അപ്പം അത് പറയാം. വനശിലാ തലമേത്യ താരാപഥം വീക്ഷ്യ മൃഗകുലാദീശസ്യ ഘനഗർജനം. ഒന്നുകൂടി പറയാം. വനശിലാതലമേത്യ താരാപഥം വീക്ഷ്യ മൃഗകുലാദീശസ്യ ഘനഗർജനം. അടുത്തത് നോക്കൂ. അപ്പം അത് 4ാമത്തെ ശ്ലോകത്തിൻ്റെ 1ഉം 2ഉം വരികളാണ്. അതിന് യോജിച്ച് വരാം. അടുത്തത് വനസമ്പദഃ സർവേഷാം പ്രാണീനാം അത്യന്തം ഉപകാരപ്രദം ഭവന്തി. അപ്പോൾ വനസമ്പത്ത് എല്ലാ പ്രാണികൾക്കും അത്യന്തം ഉപകാരപ്രദമായി ഭവിക്കുന്നു. ഈ ആശയം ഉൾക്കൊള്ളുന്ന വരികൾ നമ്മൾ കണ്ടെത്തണം. നമ്മൾ പഠിച്ചത് ആ കവിതയിൽ നിന്ന് കണ്ടെത്തണം. അപ്പോൾ 5ാമത്തെ ശ്ലോകത്തിൻ്റെ 3ഉം 4ഉം വരികളാണ് അതിനോട് യോജിച്ച് വരുന്ന വരികൾ. അപ്പം അത് നോക്കിക്കോളൂ. വനരാജി സമ്പദഃ പ്രാണീനാം ഇവ മർഥ്യ ലോകസ്യ സർവദാ ഹിതകരാഃ സ്യുഃ. ആ വരിയാണ് വരിക. അപ്പം 5ാമത്തെ ശ്ലോകത്തിലെ 3ഉം 4ഉം വരികൾ. അടുത്തത് ഏറ്റവും അവസാനത്തെയാണ്. സസ്യാനാം ശാഖാസു ഖഗാഃ വാനരാഃ ച സമീലന്തി. സസ്യങ്ങളുടെ ശാഖകളിൽ ഖഗാഃ പക്ഷികളും വാനരാഃ കുരങ്ങന്മാരും സമ്മേളിക്കുന്നു എന്നാണ് പറയുന്നത്.
അപ്പം അതുമായി ബന്ധപ്പെട്ട ശ്ലോകം ഏതാണ്? രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ 3ഉം 4ഉം വരികളാണ്. തരുലതാ ശാഖാസു നീടജാനം തഥാ ശാഖാമൃഗാനാം ച സുഖമേലനം. അതാണ്. അപ്പം അതേതാണ്? രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ 3ഉം 4ഉം വരികളാണ്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രയോഗവിശേഷമാണ്. പരിതഃ എന്ന് വെച്ചിട്ടുള്ള പ്രയോഗവിശേഷമാണ്. അത് ഉദാഹരണാനുസാരം വാക്യങ്ങൾ എഴുതാനാണ്. അപ്പം ഉദാഹരണം നോക്കിക്കോളൂ. അധ്യാപകസ്യ പരിതഃ ഛാത്രാഃ തിഷ്ഠന്തി. അധ്യാപകൻ്റെ ചുറ്റും കുട്ടികൾ നിൽക്കുന്നു എന്നാണ്. അപ്പം ചോദ്യത്തിൽ അത് അധ്യാപകസ്യ എന്ന് പറയുന്നത് ഷഷ്ഠി വിഭക്തിയിലാണ്. അപ്പം പരിതഃ എന്നുള്ള പദം ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ദ്വിതീയ വിഭക്തിയിൽ വേണം ഉപയോഗിക്കാൻ. അപ്പം അധ്യാപകസ്യ എന്നുള്ള പദം പരിതഃ ചേർത്ത് എഴുതുമ്പോൾ അധ്യാപകം, അത് ദ്വിതീയ വിഭക്തിയിലാണ് ഉപയോഗിക്കുക. അപ്പം ഛാത്രാഃ തിഷ്ഠന്തി. അപ്പം വൃക്ഷസ്യ പരിതഃ തൃണാനി രുഹന്തി. അപ്പം വൃക്ഷസ്യ എന്നുള്ള പദത്തിന് പകരം വൃക്ഷം എന്ന് വെക്കേണ്ടി വരും. അതാണ് വെക്കേണ്ടത്. അപ്പം വൃക്ഷം പരിതഃ തൃണാനി രുഹന്തി. സൂര്യസ്യ പരിതഃ പ്രഭാവലയം ചകാസ്തി. അപ്പം സൂര്യം എന്നാണ് വയ്ക്കുക. അതേപോലെ പർവ്വതസ്യ പരിതഃ വനാനി സന്തി. അപ്പം പർവ്വതം അങ്ങനെയാണ് വരിക. ഗജസ്യ പരിതഃ ജനാഃ തിഷ്ഠന്തി. അപ്പം അത് ഷഷ്ഠി വിഭക്തിയിലാണ്. അപ്പം നമ്മൾ പരിതഃ ചേർക്കുമ്പോൾ ദ്വിതീയ വിഭക്തിയാണ് ഉപയോഗിക്കേണ്ടത്, ഗജം. അപ്പം വൃക്ഷം, സൂര്യം, പർവ്വതം, ഗജം അങ്ങനെയാണ് വരിക. അടുത്ത നോക്കൂ. വനസംരക്ഷണം ഇതി വിഷയെ ചർച്ചാം ചാലയതു ടിപ്പണി ചലികതു. അപ്പോൾ വനസംരക്ഷണം എന്ന് പറയുന്ന വിഷയത്തിൽ ചർച്ച ചെയ്തിട്ട് ഒരു ടിപ്പണി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അടുത്ത ചോദ്യം നോക്കിക്കോളൂ. പാഠസ്യ ആശയം സ്വീകരിച്ച് ലഘു ചിത്ര നിർമ്മാണം കരോതു. അപ്പം പാഠത്തിൻ്റെ ആശയം സ്വീകരിച്ചിട്ട് ഒരു ലഘു ചിത്ര നിർമ്മാണം, പടം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സമാന ആശയയുക്താനം കവിതാനം സമാഹരണം കരോതു. സമാന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന, ഒരേ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന കവിതകൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത് നോക്കൂ. ക്രിയാപദം പരിചയമാണ്. ചകാസ്തി എന്ന് പറഞ്ഞാൽ ലെട്ടാണ് വരിക. സ്യുഹു എന്ന് പറഞ്ഞാൽ വിധിലിംഗാണ് വരിക. വർത്തതേ എന്ന് പറയുന്നത് ലെട്ടാണ് വരിക. ഇനിയിപ്പോൾ നമ്മളോട് അർത്ഥം ചോദിക്കുമല്ലോ, ആശയം ചോദിച്ചാൽ നമുക്ക് ഈ അന്വയത്തിൽ അധിക വാചനാംശം പഠിച്ചിട്ട് അതിൻ്റെ അന്വയം എഴുതാൻ പറയില്ലേ, അതിൻ്റെ താഴെയുള്ള അതാണ് അതിൻ്റെ അർത്ഥമായിട്ട് വരിക. ആ ആശയം ഒരുമിച്ച് എടുത്ത് എഴുതിയാൽ അതിൻ്റെ ടിപ്പണി രൂപത്തിൽ എഴുതാനും നമുക്ക് സാധിക്കും. അതൊരു ടിപ്പാണ് നമുക്ക്. ഇപ്പം നോക്കൂ, ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം. ഘനഘോര സുന്ദരം ചകാസ്തി എന്നുള്ള അതിൻ്റെ അന്വയം. അപ്പോൾ ഘനഘോര സുന്ദരം ബന്ധുരം ഖഗമൃഗാദീനം തു സുഖനിശാന്തം നവപല്ലവാഢ്യം കുസുമസമ്പന്നകം ച കാനനം മഹീധരം പരിതഃ ഭോ ചകാസ്തി. അപ്പോൾ ഈ ടിപ്പണി എഴുതാൻ പറഞ്ഞാൽ ഈ ഇതിൻ്റെ അടിയിലിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ വനനിർജ്ജരിയുടെ താഴെ കൊടുത്തിരിക്കുന്ന വനനിർജ്ജരി, ഇതരി, അപ്പോൾ അതൊക്കെ കൂട്ടിച്ചേർത്ത് ഉള്ള ഇതാണ് ആശയം വരിക. അപ്പം ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കൊരു ടിപ്പണി തയ്യാറാക്കാനായിട്ട് സാധിക്കും. അല്ലാതെ ആശയം വെച്ച് എഴുതാം, അങ്ങനെയും എഴുതാം. മനസ്സിലായി എന്ന് കരുതുന്നു. സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ടിപ്പണി രൂപത്തിൽ എഴുതാം. ഇത്രയേ ഉള്ളൂ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പഠന പ്രവർത്തനങ്ങൾ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. എൻ്റെ വീഡിയോസും ഷോർട്സൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ജനുവരി 2 തൊട്ട് സംസ്കൃതത്തിന് ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ മീറ്റ് വഴിയാണ് ക്ലാസ് നൽകുക. കേരള സിലബസിലുള്ള സ്റ്റാൻഡേർഡ് 5 തൊട്ട് 10 വരെയുള്ള കുട്ടികൾക്കാണ് ഈ ക്ലാസ്സസ് യൂസ്ഫുൾ ആവുക. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.